നമസ്തേ. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ പിണറായി സർക്കാർ നടത്തിയ ഭൂമിക്കൊള്ളയും പുറത്ത്. റവന്യൂ രേഖകളിൽ പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തി പിണറായി സർക്കാർ തട്ടിയെടുത്തത് വിവിധ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയും ദേവസ്വം ബോർഡുകളുടെയും ആയിരക്കണക്കിന് ഏക്കർ ദേവസ്വം ഭൂമി. കൊള്ളയടിച്ചത് റീസർവേയുടെ മറവിൽ. കള്ളി പുറത്തായത് ഹൈവേ വികസനത്തിന് ഭൂമിയെടുത്തതോടെ ദേശീയപാത വികസനത്തിന് കൊടുത്ത ക്ഷേത്ര ഭൂമിക്കുള്ള നഷ്ടപരിഹാരവും സർക്കാർ തട്ടിയെടുത്തു. തട്ടിപ്പ് മറയ്ക്കാൻ ദേവസ്വം കൈവശമുള്ള സർക്കാർ ഭൂമിയെന്ന് പരാമർശിച്ച് ഉത്തരവുമിറക്കി. ദേവസ്വം ഭൂമി റവന്യൂ രജിസ്റ്ററിൽ ദേവസ്വം വക പണ്ടാര ഭൂമി എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും. എന്നാൽ റീസർവേയിൽ ഇത് പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തി. ഇതോടെ ക്ഷേത്രം ഭൂമി റവന്യൂ വകുപ്പിന്റേതായി. ഇത്തരത്തിൽ വിവിധ റീസർവേകളിൽ പാറശാല മുതൽ വടക്കൻ പറവൂർ ഗ്രൂപ്പിലെ പെരുവനം വരെയുള്ള അനവധി ദേവസ്വം ഭൂമിയുടെ റവന്യൂ രേഖകളിൽ സർക്കാർ പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തി റവന്യൂ വകുപ്പിലേക്ക് തട്ടിയെടുത്തു. ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുത്തപ്പോൾ പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തിയതോടെ നഷ്ടപരിഹാരം കുരുക്കിലായി. സർക്കാർ ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാനാകില്ല. ക്ഷേത്രഭൂമിക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് ദേവസ്വം ബോർഡ് കമ്മീഷൻ റവന്യൂ വകുപ്പുമായി തർക്കത്തിലായതിനെ തുടർന്നാണ് കൊള്ളയുടെ വ്യാപ്തി പുറത്തായത്. തർക്കം പരിഹരിക്കാൻ 2023 ജൂലൈ 26 യോഗം ചേർന്നു. ദേവസ്വം ഭൂമി തട്ടിയെടുത്തത് മറയ്ക്കാൻ 2023 ഓഗസ്റ്റ് 9 പുതിയ ഉത്തരവിറക്കി. ദേവസ്വം ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലായിരുന്നു ഉത്തരവ്. ബോർഡിന്റെ കൈവശമുള്ള ഭൂമി മഹാരാജാവിന്റെ കാലത്തോ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരോ കവനന്റ് പ്രകാരം സൗജന്യമായി നൽകിയ സർക്കാർ ഭൂമിയാണെന്നും അതിനാൽ നഷ്ടപരിഹാര തുക ധനവകുപ്പ് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും ഉത്തരവിറക്കി. ഇതോടെ ഹൈവേ ഭൂമി ഏറ്റെടുക്കലിന്റെ കോടിക്കണക്കിന് രൂപയും സർക്കാർ തട്ടിയെടുത്തു. ഈ തെറ്റ് ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടി സർക്കാരിന് കത്ത് നൽകി. ദേവസ്വം ഭൂമി കവനന്റ് പ്രകാരം ബോർഡിന് കൈമാറിയതാണെന്നും ഉടമസ്ഥാവകാശം ദേവതയ്ക്കാണെന്നും കത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടെ ഹൈവേ അതോറിറ്റി നൽകുന്ന നഷ്ടപരിഹാര തുക ധനവകുപ്പിന്റെ പ്രത്യേക അക്കൗണ്ടിൽ നൽകുമെന്നും അത് റവന്യൂ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് വഴി കൈമാറണമെന്നും ഉത്തരവിറക്കി. ഉത്തരവിലും ദേവസ്വം ഭൂമി സർക്കാരിന്റേതാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ലക്ഷ്മിനട ദേവസ്വം വക 41.45 സെന്റ്, പുല്ലുമല സബ് ഗ്രൂപ്പിലെ ദേവസ്വം ഭൂമി, ആറുകാലിക്കൽ ദേവസ്വത്തിൽ 31 സെന്റ് തുടങ്ങിയ വില്ലേജ് രേഖകളിൽ പുറമ്പോക്കെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സർക്കാരിന്റെ ഭൂമിക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്.